പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം വീഡിയോയ്ക്കകത്ത് പോകാം. ഇതെൻ്റെ സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് നേരെ പല്ല് തേക്കാൻ പോകാം. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ആദ്യമേ മുടിക്കൊന്ന് കെട്ടി വെക്കാം. മുടി കെട്ടിയാലല്ലേ പെണ്ണുങ്ങൾക്ക് ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്. അതുമല്ല പിന്നെ അടുക്കള പണിയെല്ലാം ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ മുടി കെട്ടി വെച്ചില്ലെങ്കിൽ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുക, അങ്ങനത്തെ ഇങ്ങനെയൊക്കെയാവും. അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുഖമെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് പ്രകൃതി ഭംഗിയൊന്ന് ആസ്വദിക്കാം. അതെല്ലാം കഴിഞ്ഞ് രാവിലെ ചായയും ബണ്ണുമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചു. പിന്നെ മരുന്നടിയായിരുന്നു. ഞായറാഴ്ച ദിവസമാണല്ലോ ഇടുക്കിക്കാർക്ക് മെയിനായിട്ട് മരുന്നടിക്കാൻ പറ്റിയ ദിവസം. അങ്ങനെ എല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പോൾ അച്ഛയും അമ്മയും ഞാനും കൂടി മരുന്നടിക്കാൻ ഇറങ്ങി. അതാണ് കേട്ടോ ഞങ്ങളുടെ തോട്ടം. തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ ഏക്കറ കണക്കിനൊന്നുമല്ല, നമ്മുടെ കുഞ്ഞിത്തോട്ടം. അച്ഛൻ മരുന്നടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൂടിയെല്ലാം പോയി ചെറിയ ക്ലിപ്സ് എല്ലാം എടുത്തു. അന്നേരത്തേക്ക് ഉച്ചക്കത്തെ വിശപ്പിൻ്റെ വിളി തന്നു. അപ്പോൾ ചോറെടുത്ത് ചൂടാക്കാൻ വെച്ചു. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ മത്തി പീര ഉണ്ടായിരുന്നു. അതും വെച്ച് ഉച്ചക്കത്തെ ഭക്ഷണം ഒന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് തുണി അലക്കാൻ ഉണ്ടായിരുന്നു. തിങ്കൾ മുതൽ ശനി വരെ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സെല്ലാം അലക്കാൻ കിട്ടുന്ന ഏക ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വേണം അലക്കാൻ. അപ്പോൾ അലക്കാൻ വേണ്ടി എടുക്കുകയാണ് ഞാൻ. എന്നിട്ട് പോയി അലക്കിയിട്ടൊക്കെ വരാം. അത്രയും നേരം മഴ മൂടലൊക്കെ ആയിരുന്നു. നമ്മളങ്ങ് അലക്കാൻ ചെന്നത് സൂര്യൻ തലയ്ക്കുമണ്ടേ വന്നു. ഇതെന്നെ അമ്മായോ എന്നറിയത്തില്ല. സൂര്യന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ആകെപ്പാടെ ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അലക്കിയിട്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് നിന്ന് അലക്കി അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ടു. അന്നേരത്തേക്കും കൂട്ടുകാരെ വിളിച്ചു. കട്ടപ്പന ഫെസ്റ്റ് കാണാൻ പോകാമെന്ന്. ശരി, ഓക്കെ, നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ, ഇങ്ങനെ കുളിച്ച് ഒരുങ്ങി അങ്ങ് പോയേക്കാം. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് അങ്ങ് ഞാൻ വന്നു. പിന്നെ ഒത്തിരി ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അവർ വന്നപ്പോൾ പെട്ടെന്ന് പോകണം. പിന്നെ ഒത്തിരി ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ മെയിൻ മത്സ്യകന്യകനെ കാണണം എന്നുള്ളതായിരുന്നു എയിം. അപ്പോൾ അങ്ങനെ മത്സ്യകന്യകനെ കണ്ടു. ആദ്യം ഒരു ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. അതിന് അത്ര വലിയ ചന്തമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചുമലിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവരുമൊക്കെ ആയിട്ട് കുറച്ച് ലവ് ചിഹ്നമൊക്കെ വരച്ച് മിണ്ടിയും പെറുക്കി അങ്ങനെ പക്ഷികളുടെ ഇതിനകത്തോട്ട് കയറി. അവിടെ നൈസായിരുന്നു കേട്ടോ. ഒത്തിരി പക്ഷികളുണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കുരങ്ങൻ കുഞ്ഞിനെയാണ് കേട്ടോ. അതെന്നാ നല്ല രസമായിരുന്നു. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി കളിക്കായിരുന്നു. അതിനേക്കാളും നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഉള്ളതൊക്കെ കണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.